ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വാഹനങ്ങളെക്കുറിച്ചൊന്നുമല്ല. കാരണം ഞാൻ കുറച്ച് ദിവസം മുമ്പ് വിഷുവിന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 5 ദിവസത്തേക്ക് ഒരു കല്യാണവും അതേമാതിരി തന്നെ വിഷുവും കൂടി ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് ആകാശ കാഴ്ചകളും അതേമാതിരി തന്നെ കണ്ണൂർ ഞാൻ പോയത് കണക്ഷൻ ഫ്ലൈറ്റിനായിരുന്നു. ആദ്യമായിട്ടാണ് കണക്ഷൻ ഫ്ലൈറ്റിന് പോയത് തന്നെ. ഞാൻ ബാംഗ്ലൂർ ത്രൂ അതേമാതിരി തന്നെ ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ണൂരിൽ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ കാലാവസ്ഥ കാരണം ലാൻഡ് ആവാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി താഴെ മുട്ടുന്നൊരവസ്ഥയിൽ എത്തിയപ്പോഴത്തേക്കും വീണ്ടും ഫ്ലൈറ്റ് ഇതാ മുകളിലോട്ട് ഉയർന്നു. അത് കാരണം എന്ന് പറയുന്നത് കാലാവസ്ഥയുടെ പ്രശ്നം കാരണം അവർക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് പറയുന്നത് ഏപ്രിൽ 12-ാം തീയതി ആയിരുന്നു. ഏപ്രിൽ 12-ാം തീയതി രാവിലത്തെ ഒരു കാര്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലാവസ്ഥ കാരണം അവർക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വീണ്ടും അതേമാതിരി തന്നെ ഒന്നും കൂടി കറങ്ങി തിരിഞ്ഞൊക്കെ എന്താ പറയുക, കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൻ്റെ വഴിയൊക്കെ കറങ്ങിയിട്ടാണ് വീണ്ടും മട്ടന്നൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാഴ്ച എന്ന് പറയുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ഈ കാണുന്നത് തന്നെ. ഇതിപ്പം കണ്ടല്ലോ, മറ്റൊരു ഫ്ലൈറ്റ് അവിടെ വന്നിട്ടുണ്ട്. എൻ്റെ പോകാനുള്ള ഫ്ലൈറ്റ് എന്ന് പറയുന്നത് കണക്ഷൻ ഫ്ലൈറ്റ് വരേണ്ട സ്ഥലമാണ് ഈ കാണുന്നത്. ഈ ഒരു പോർഷനിലാണ് വരേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ കണ്ടല്ലോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ലഗേജൊക്കെ നമ്മൾ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് ആകുമ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും എടുത്ത് വീണ്ടും നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നൊരവസ്ഥയായിരുന്നു ഇത്. ഇപ്രാവശ്യം ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് 2 തവണയും എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എമർജൻസി ഡോറിൻ്റെ സൈഡിലായിട്ടാണ് എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എമർജൻസി ഡോറിൻ്റെ അവിടെ നമുക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മളോട് സെപ്പറേറ്റ് നമുക്ക് വന്നിട്ട് ഇത് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ അവർ വിവരിച്ച് തരുന്നതാണ്. നോർമലായിട്ട് നമുക്ക് ഫ്ലൈറ്റിൻ്റെ സെൻറ്ററിൽ ഇരുന്നിട്ട് അവർ വിവരിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ എവിടെ നിങ്ങൾക്ക് കിട്ടും, ഓക്സിജൻ മാസ്ക് എവിടെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ അവർ പറയാറുണ്ട്. എന്നാൽ എമർജൻസി ഡോറിൻ്റെ സൈഡിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ടോ അവർക്ക് പ്രത്യേകം ഒരു ബ്രീഫിംഗ് കൂടെ അവർ തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് ചെയ്യുന്ന സമയത്ത് എമർജൻസി ഡോറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എമർജൻസി കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്യണം, ആരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് നമ്മൾ എമർജൻസി ഡോറ് തുറക്കാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അതിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേമാതിരി തന്നെ മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എൻ്റെ ഈ വീഡിയോയിലെന്നല്ല, എൻ്റെ ഈ ചാനൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ് ആരെങ്കിലും ചെയ്യുന്നുണ്ട് അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അവർക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന എനിക്ക് വിശ്വാസമാണ്. ഇതിപ്പോൾ കണ്ടല്ലോ, കണ്ണൂർ ലാൻഡ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ ലാൻഡ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് വീണ്ടും അതേമാതിരി തന്നെ പൊങ്ങി. കാലാവസ്ഥയുടെ ഒറ്റ പ്രശ്നം കൊണ്ട് മാത്രമാണ് അവർക്ക് ഇറക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ വേറെ പ്രശ്നമോ അതേമാതിരി തന്നെ സേഫ്റ്റിയുടെ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇറക്കാൻ വേണ്ടി ശ്രമിച്ചു, അപ്പോൾ ഇറക്കാൻ പറ്റിയില്ല. അപ്പോൾ വീണ്ടും ഒന്ന് പൊക്കി അവർ അതേമാതിരി തന്നെ ഒരു റൗണ്ട് കണ്ണൂർ ബീച്ചിൻ്റെ സൈഡ് വഴിയൊക്കെ കറങ്ങിയിട്ട് വീണ്ടും തിരിച്ചു വന്നു. ഇതിപ്പോൾ അധികം ഹൈറ്റിലൊന്നും അല്ല പറക്കുന്നത്, വളരെ ചെറിയ താഴ്ന്ന് തന്നെയാണ് ഇതിപ്പോൾ പറക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏകദേശം വ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത് കണ്ണൂർ വീടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് പരിസരത്താണ്, എത്രാമത്തെ സെക്കൻഡിലാണ് നിങ്ങളുടെ വീടും പരിസരമൊക്കെ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിപ്പം വലിയ ഹൈറ്റിലൊന്നും അല്ല ഇതിപ്പം പറക്കുന്നത്, വളരെ താഴ്ന്ന് തന്നെയാണ് ഇതിപ്പം പറന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഏകദേശം ഏതൊക്കെ ഏരിയയിലാണ് ഉള്ളത്, അതേമാതിരി തന്നെ ഏതൊക്കെ ഏരിയയിൽ കൂടിയാണ് ഈ പറന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഏകദേശം കണ്ണൂരുകാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇനി അതേമാതിരി തന്നെ നമ്മളെ പുതിയ റോഡ്, പുതിയ ബൈപ്പാസ് വരുന്നതിൻ്റെ റോഡും കാര്യങ്ങളൊക്കെ പാലം പണിയുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ കണ്ടല്ലോ. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ആ പാലവും പുതിയ പാലം വരുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് കണ്ടല്ലോ, ഇതൊക്കെ പുതിയ പാലം വരുന്നതിൻ്റെ ഏരിയയൊക്കെയാണ്. ഇത് കണ്ടല്ലോ, ഈ 4 മിനിറ്റ് 25 സെക്കൻഡിലൊക്കെ ഉള്ള ഈ വീഡിയോ ഇവിടെയൊക്കെയാണ് നമ്മുടെ പുതിയ പാലം വരുന്നത്, പുതിയ ബൈപ്പാസും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ റോഡും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും തന്നെ സേഫായിട്ട് തന്നെ നമ്മൾ കണ്ണൂർ വീണ്ടും ലാൻഡ് ആയിട്ടുണ്ട്. വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല.
आपकी सुरक्षा के लिए आप सुनियोजन कृपया अपनी सीट पर भी बैठे हुए और अब अपने मोबाइल फ़ोन का उपयोग कर सकते हैं। सामान का शो खोलते समय सावधानी बरतें। आप सुनियोजन विमान से निकलने से पहले अपनी सीट पॉकेट्स और कंपार्टमेंट्स की जांच कर लें ताकि कोई भी ज़रूरी सामान जैसे कि वॉलेट, पासपोर्ट, इलेक्ट्रॉनिक उपकरण विमान में न रह जाए। हमारे सभी दीदी की सुविधा हम आपसे अनुरोध करते हैं पहले अपने सामान